സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കവി ശ്രീകുമാരൻ തമ്പി കേരള വിഷൻ നൽകിയ പ്രത്യേക അഭിമുഖത്തിലേക്ക്. സർ, കേരള സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നും താങ്കൾക്കെതിരെ ഒരു അവഗണന ഉണ്ടായി എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളടക്കം? എന്നോട് ഒരു കേരള ഗവൺമെൻറ്റിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കേരള ഗാനം വേണം. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു കേരള ഗാനമാണ്. അത് നിങ്ങൾ എഴുതണമെന്ന് ഞാൻ എന്നോട് ആവശ്യപ്പെട്ടു. എനിക്ക് കത്തയച്ചത് സെക്രട്ടറിയാണ്, അബൂബക്കർ എന്നുള്ള സെക്രട്ടറിയാണ് കത്തയച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അക്കാദമി പ്രസിഡൻ്റായ സച്ചിദാനന്ദൻ ഞാനിത് അത്ര നല്ല മനപ്പൊരുത്തമുള്ള ആൾക്കാരല്ല, പല കാരണങ്ങളാൽ. അപ്പോൾ സച്ചിദാനന്ദൻ അവിടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ചിലപ്പം ഞാൻ പാട്ട് എഴുതി കൊടുത്തു കഴിയുമ്പോൾ ഇത് നന്നല്ല എന്ന് പറഞ്ഞ് പിന്തള്ളി എന്നെ ഒന്ന് ചെറുതാക്കാൻ ശ്രമിക്കുമെന്ന് ഭയം എനിക്കുണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ പക്ഷേ ഞാൻ അബൂബക്കറിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ഒഴിവാക്കണം, വേറെ ആരെ കൊണ്ട് എഴുതിക്കും, പുതിയ പിള്ളേരെ കൊണ്ടൊക്കെ എഴുതിക്കുക, പുതിയ ആൾക്കാരുണ്ടല്ലോ. അല്ലല്ല മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നു. അത് അബൂബക്കറിൻ്റെ ചോദ്യം. മറ്റാരുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താണ്? യു ഷുഡ് റൈറ്റ്, യു ആർ ദ ഫിറ്റ് പേഴ്സൺ എന്നല്ലേ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി അയച്ചു കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അബൂബക്കറിൻ്റെ ഒരു മെസ്സേജ് വന്നു, എനിക്ക് പൂർണ്ണ തൃപ്തിയായില്ല. അപ്പം ഞാൻ അബൂബക്കറിനെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് പ്രായമായി, ഞാൻ 10,000 പാട്ട് എഴുതി കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ വേറെ പുതിയ ആൾക്കാരെ കൊണ്ട് എഴുതിക്കണം, ആരെ കൊണ്ട് എഴുതിക്കണം. അല്ലല്ല സാറിന് എഴുതണം, ഇത് നന്നായിട്ടുണ്ട്, ഗംഭീരം, ഇത് 2ാം പകുതി ഗംഭീരമാണ്, തുടക്കത്തിൽ കുറച്ചൊരു നമുക്കൊന്നുകൂടെ മാറ്റാം. അപ്പം എന്നോട് ആദ്യം അബൂബക്കർ പറഞ്ഞത്, എനിക്ക് കത്തിപ്പഴി എൻ്റെ തിരിപ്പുണ്ട്, മെയിലാണ്, ലെറ്ററുമുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കണം, അത് വളരെ പ്രധാനമാണ്. കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ വളരെ സൂക്ഷിച്ചെഴുതണം അല്ലേ? അപ്പോൾ പിന്നെ കഠിന പദങ്ങൾ പാടില്ല, പിന്നെ വളരെ ഗഹനമായ ആശയങ്ങൾ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ലളിതമായി, അപ്പോൾ ഞാൻ വളരെ ലളിതമായി ഞാൻ ആദ്യം എഴുതിയിരുന്നത്, അമ്മയെ പോലെയാണ് മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയത്. അപ്പോൾ അത് തുടക്കം ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് അബൂബക്കർ പറഞ്ഞത്. സാധാരണ നമ്മുടെ ഒരു സിനിമയുടെ ഡയറക്ടർ പറയുന്ന പോലെയേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു പാട്ട് എഴുതുമ്പം ഫിലിമിൻ്റെ ഡയറക്ടർ കേട്ട് സാറേ ഈ ഒരു വരി ഒന്ന് മാറ്റാവും, ഇത് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാൻ പറ്റുമോ, അങ്ങനെ ചോദിക്കും, നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ അങ്ങനെ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല, അതെന്നെ ഇൻസൾട്ട് ചെയ്യുന്നതായി ഞാൻ തോന്നിയില്ല. അബൂബക്കറെ പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു. ഞാൻ പല്ലവി മാറ്റി എഴുതി ഫുള്ളായിട്ട്. അങ്ങനെ പല്ലവി മാറ്റി എഴുതി, ബാക്കി നല്ലതാണെന്ന് അബൂബക്കർ പറഞ്ഞ വരികൾ നിലനിർത്തി പല്ലവി മാറ്റി എഴുതി അയച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ട് അത് എടുക്കും എന്നാണല്ലോ പ്രധാനം. അപ്പോൾ അതിന് അബൂബക്കർ മറുപടി അയച്ചില്ല. അത് കിട്ടിയെന്നോ നന്നായിരിക്കുന്നോ ഒന്നും പറഞ്ഞ് വിവരിച്ചില്ല. അപ്പം ഞാൻ സച്ചിദാനന്ദന് ഒരു മെസ്സേജ് അയച്ചു. അതായത് ഞാൻ അബൂബക്കർക്ക് പൂർണ്ണ തൃപ്തിയായില്ല, അതുകൊണ്ട് ഞാൻ പല്ലവി മാറ്റി എഴുതി അയച്ചിരുന്നു, കിട്ടിക്കാണുമല്ലോ. അപ്പോൾ അതിന് കിട്ടിയെന്നോ നന്നെന്നോ ചീറ്റൊന്നും പറയാതെ സച്ചിദാനന്ദൻ നന്ദി എന്ന് മാത്രം, ഒറ്റ വാക്ക്, നന്ദി എന്തൊരു മെസ്സേജ്. പിന്നീട് എനിക്കൊരു അറിവില്ല. പിന്നെ ഞാൻ വൈഷുടെ ആസ്തം, കാരണം അവർ പറഞ്ഞു, ഞാൻ ചെയ്തു, കറക്ഷൻ വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി പാട്ട് അവരെടുക്കും എന്നല്ല വിചാരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ചാനലിൽ വരുന്നത് കേരളത്തിലെ കവികളിൽ നിന്നും കേരള ഗാനങ്ങൾ ക്ഷണിക്കുന്നു. അപ്പോൾ കേരള ഗാനങ്ങൾ മത്സരം വയ്ക്കരുത്, അതിൽ 1ാം സമ്മാനം കിട്ടുന്നതിനെ എടുക്കുക. അത് നേരത്തെ അവർക്ക് ചെയ്യാൻ വരുന്നല്ലേ, പിന്നെ എന്തിനും എന്നോട് പറഞ്ഞു താങ്കളല്ലാതെ മറ്റാര് എന്ന് ചോദിച്ചതിന് ആദ്യം അവർക്ക് ചെയ്യാമല്ലേ. അപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ മനഃപൂർവ്വം ഒരു തട്ടിക്കൂട്ടിയെടുത്ത ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ, പക്ഷേ ഞാൻ നിശബ്ദനായിരുന്നു. പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ അക്കാദമി ഉണ്ടായ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനിതിന് പറയാതിരിക്കണം, എൻ്റെ അനുഭവം പറയണമല്ലോ, കാരണം ജനങ്ങൾ അറിയണമല്ലോ. അപ്പോൾ നാളെ ഇങ്ങനെ പറയുന്ന ആൾ വിശ്വസിക്കും തമ്പി എഴുതി വളരെ മോശമായിരുന്നു, ക്ലിഷയായിപ്പോയി. അപ്പോൾ എൻ്റെ പാട്ട് ജനങ്ങളെ കേൾപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ പണം മുടക്കി പാട്ട് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നല്ല പിക്ചർ യൂട്യൂബിലിടുക. അപ്പോൾ എന്നിട്ട് ഞാൻ പറയുന്നു, ഇത് ലോക മലയാളികൾക്ക് ഞാൻ നൽകുന്ന സമ്മാനമാണ്, പകർപ്പവകാശമില്ല, എനിക്ക് പകർപ്പവകാശമില്ല, ഏത് മലയാളിക്കും ഇത് സ്വന്തമാണ് എന്നൊരു നോട്ടോടുകൂടി ഈ പാട്ട് റിലീസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഈ സംഭവം മനസ്സിലായില്ല. അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി നടന്ന സംഭവത്തിൽ ചെയ്യുന്ന. അപ്പോൾ എനിക്ക് തോന്നി എത്ര കാര്യമായിട്ടൊരു
3500 രൂപ ചിലവാക്കി 2500 രൂപ അവർ കൊടുത്ത് 1100 രൂപ ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ട് പൈസ എന്നാ കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അത്ര തുറന്ന് പറയുന്ന സോറി ഞാനെന്ത് മറച്ചു പിടിക്കണം, എനിക്ക് സാഹിത്യകാരുണ്ട്, എനിക്ക് അനുഭവം എനിക്ക് എഴുതാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ പോസ്റ്റ് ഇട്ടതപ്പോൾ അത് പെട്ടെന്ന് തന്നെ 10,000-3000 ആളുകളിലെത്തി, ലൈക്ക് വന്നു, 700 പേര് കമൻറ്റ് പറഞ്ഞു. എൻ്റെ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, ഇങ്ങനെ എന്തിനു സാർ എഴുതാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് വന്നു. അത് വന്നപ്പോഴാണ് ശരിക്കും ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചു, ഇങ്ങനെ ഫേസ്ബുക്ക് വന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ വാർത്തയാക്കാൻ പോവാണ്, സാറോട് സംസാരിക്കാൻ ഇപ്പോൾ ഉടനെ വരികയായിരുന്നു. അപ്പോൾ തന്നെ ക്യാമറ ഇട്ട് അവർ വന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചു, യഥാർത്ഥ കാര്യം എന്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ സച്ചിദാനന്ദൻ ശരിക്കും എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആണ് പറഞ്ഞത്. ശ്രീകുമാരൻ പാട്ട് ക്ലീശയാണ്, പിന്നെ സ്വീകരിക്കാൻ കഴിയാത്ത ധാരാളം വാക്കുകൾ, പദങ്ങൾ അതിനകത്തുണ്ട് എന്ന് കമ്മിറ്റി പറഞ്ഞു. കമ്മിറ്റിയിലെ ഒരു അംഗം പോലും ശ്രീകുമാരൻ്റെ പാട്ട് അംഗീകരിച്ചില്ല. ഈ കമ്മിറ്റിയുള്ളവരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് ശ്രീകുമാരൻ തമ്പിക്ക് 57 വർഷമായി പാട്ടെഴുതുന്ന എനിക്ക് 58 കൊല്ലമായി പാട്ടെഴുതുന്ന എനിക്ക് ഒരു കമ്മിറ്റിയുടെ പോയി നിന്നിട്ട് പാട്ടിന് അംഗീകാരം വേണോ? അതിന് ഞാൻ പോകണോ? ആവശ്യമാണോ? അത് ഗതിയുടെ എനിക്ക് വേണം. അപ്പോൾ അതെനിക്കറിയില്ല. കമ്മിറ്റിയോട് പറഞ്ഞാൽ ഞാൻ എഴുതത്തില്ല. വേറൊരു കമ്മിറ്റി എൻ്റെ പാട്ട് പരിശോധിക്കാനെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എഴുതത്തില്ല. കാരണം ആ കമ്മിറ്റി വരുന്ന ഒരംഗത്തിന് എൻ്റെ പാട്ട് മാർക്കുള്ള പ്രാപ്തി ഇല്ല, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ എഴുതും. പക്ഷേ ഇവർ എന്ത് ചെയ്തു? ഇവർ കമ്മിറ്റിയിൽ ഒരാൾക്ക് പോലും ശ്രീകുമാരൻ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. ശ്രീകുമാരൻ പാട്ട് ക്ലിഷയാണ്, ഞങ്ങൾ VK ഹരിനാരായണൻ്റെ പാട്ടാണ് തിരഞ്ഞെടുത്തത് എന്നെഴുതി. അപ്പോൾ ഹരിനാരായണൻ പറയുന്നു, ഹരിനാരായണൻ ഇതൊന്നും തന്നെ അറിയില്ല, ശ്രീകുമാരൻ നമ്മെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്, ഞാൻ ഇതിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് ഹരിനാരായണൻ നിഷേധിച്ചു. അപ്പോൾ എം ലീലാവതി കമ്മിറ്റിയിലുണ്ടെന്നാണ് എം ലീലാവതി അടക്കമുള്ളവർ ഉള്ള കമ്മിറ്റി എന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞു. ലീലാവതി ചേച്ചി പറയുന്നു, ഞാൻ തമ്പിയുടെ പാട്ട് കണ്ടിട്ടേ ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഒരുത്തൻ എന്നില്ല സാഹിത്യ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. പച്ചക്കള്ളം. എന്നിട്ട് രാവിലെ പറഞ്ഞ് ശ്രീകുമാരൻ്റെ പാട്ട് ക്ലിഷയാണ്, അതുകൊണ്ട് തിരഞ്ഞെടുത്തില്ല. കമ്മിറ്റിയിൽ ഒരംഗം പോലും സ്വീകരിച്ചില്ല തമ്പിയുടെ പാട്ട്. പല പദങ്ങളും സ്വീകാര്യമല്ലാത്ത പദങ്ങൾ അതിനകത്ത്. ഏത് പദം? കഥകളിയും നിളയും കേരളമൊക്കെ സ്വീകാര്യം, മലയാളം ഇതൊക്കെ സ്വീകാര്യമല്ലാത്ത പദം, അല്ലാത്ത ഒറ്റ പദവും അതിനകത്തില്ല. അപ്പം അങ്ങനെ ഇപ്പോഴങ്ങനെ പറയുന്നു. ചിലപ്പോൾ മന്ത്രി വിളിച്ചു കാണും, മന്ത്രി നമ്മുടെ സജി ചെറിയ വിളിച്ച് പറഞ്ഞു കാണും. അപ്പോൾ വിളിച്ച് പറയാം ശ്രീകുമാരൻ പാട്ട് ഒഴിവാക്കിയിട്ടില്ലെന്ന്. എന്ത് പരസ്പര വിരുദ്ധമായിട്ട് 1 മണിക്കൂറിന് മുമ്പ് പറഞ്ഞത് നേരെ കടക്ക് വിരുദ്ധ പറയുന്ന ഒരുത്തന് ഒരു മഹാകവിയും അന്തർദേശീയ കവിയെന്നും ഒക്കെ പറഞ്ഞ് നാണമുണ്ട് നടക്കാൻ ഈ കേരള സാഹിത്യ അക്കാദമി ചെയർമാനായിട്ടിരിക്കാൻ. ആദ്യം പറഞ്ഞ് ശ്രീകുമാരൻ്റെ പാട്ട് ഒഴിവാക്കി, കൊള്ളില്ല, ക്ലീശയാണ്, ഞങ്ങൾ ഹരിതാരനെ കൊണ്ട് പാട്ട് എഴുതിച്ചു. ഹരിതാരൻ്റെ പാട്ടാണ് സെലക്ട് ചെയ്ത് പറഞ്ഞ ആൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് പറയുന്നു ശ്രീകുമാരൻ്റെ പാട്ട് ഒഴിവാക്കിയിട്ടില്ല.